നമസ്കാരം. നമ്മൾ പണ്ടത്തെ കാലത്ത് സാധനങ്ങൾ വാങ്ങിയിരുന്നത് എങ്ങനെയാണ്? നമുക്ക് മിച്ചമുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കും, അവർക്ക് മിച്ചമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് തരും. അതായത് ആവശ്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ, അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അന്ന് നാണയങ്ങളോ കറൻസികളോ ഒന്നുമില്ല. പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ കൂടി വന്നപ്പോൾ നാണയങ്ങൾ നമ്മൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അതിനുശേഷം വ്യക്തികൾ ഈ ചിട്ടികൾ തുടങ്ങി അവരുടെ പണത്തിൻ്റെ ആവശ്യങ്ങൾ കുറച്ചുകൂടെ നിർവഹിച്ചു പോകും. അതും നിൽക്കാതെ പിന്നെ ആളുകൾ ഹുണ്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി. അവർ പണം പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. സാധനങ്ങൾ അതുപോലെ തന്നെ സ്വർണം, അതേപോലെ തന്നെ ഭൂമി, ഇതൊക്കെ വാങ്ങിച്ച് പണം പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അതായത് ബാങ്കിങ്ങിൻ്റെ ഒരു പരിണാമത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ബാങ്കുകൾ ഉണ്ടായത്? യൂറോപ്യന്മാരുടെ വരവോടുകൂടി കൂടുതൽ കച്ചവടം ഉണ്ടായി, പ്ലാന്റേഴ്സ് വന്നു. അവർക്ക് ആവശ്യമുള്ള പണം, വളരെ കൂടുതൽ പണം അവർക്ക് ആവശ്യമായി വന്നു. അങ്ങനെയാണ് ബാങ്കുകൾ തുടങ്ങുന്നത്. അങ്ങനെ ബോംബെ, മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ബാങ്കുകളുണ്ടായി. അതിനുശേഷം അവരവരുടെ കറൻസികൾ ഇറക്കാൻ തുടങ്ങി. കേരളത്തിൽ ഒരുപാട് ഇൻഡസ്ട്രികൾ തുടങ്ങി. അതേപോലെ തന്നെ കൊമേഴ്സ് അഭിവൃദ്ധിപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരവസരത്തിലാണ് അന്നത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ കുറച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു ബാങ്ക് തുടങ്ങും. അതിൻ്റെ പേരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തുടങ്ങിയത് മഹാരാജ ചിത്തിര തിരുനാളാണ്. അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ ഒരുപാട് സ്റ്റെപ്സ് അതിനുവേണ്ടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പിന്നീട് ഒരുപാട് ശാഖകളായി വളർന്നു. ഇന്ത്യ മുഴുവൻ വളർന്നു. ഗൾഫിൽ ബ്രാഞ്ചുണ്ടായി. അതിനുശേഷം അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഇങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ചരിത്രം, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറുന്നത് വരെയുള്ള ഒരു ചരിത്രമാണ് ഞാനിന്ന് ബ്ലോഗ് ലോകത്തിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. ഇതിന് ആധാരമായിട്ടുള്ളത് തിരുവനന്തപുരത്തെ കവടിയാറിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ബാങ്ക് മ്യൂസിയമാണ്. ഇനി നമുക്കതൊന്ന് കണ്ടാലോ? നാണയങ്ങളുടെ കണ്ടുപിടുത്തത്തിനും പ്രചാരത്തിനും മുൻപ് മനുഷ്യർ തങ്ങളുടെ കൈവശം മിച്ചമുള്ള സാധനങ്ങൾ കൊടുത്ത് പകരം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന കൊടുക്കൽ വാങ്ങൽ രീതി. ഇങ്ങനെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ മൂല്യത്തെപ്പറ്റി തർക്കവും വഴക്കും പതിവായപ്പോൾ നാണയങ്ങൾ രംഗപ്രവേശനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷവും പ്രചാരത്തിലിരുന്ന നാണയങ്ങൾ തൊട്ട് ബാങ്കുകൾ സർവ്വസാധാരണമായതും പിന്നങ്ങോട്ട് അവയൊക്കെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതുപോലെ ഡിജിറ്റൽ കാലത്തെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ തുടങ്ങി വിവിധ പണമിടപാടുകൾ വരെ നമ്മെ പരിചയപ്പെടുത്തുന്നതിനും ഒരു ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ വ്യക്തികൾ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ചിട്ടികൾ തുടങ്ങി. ബാങ്കിംഗ് എന്ന നൂതന പദ്ധതിയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഇത്. ചിട്ടികൾ മിക്കതും ചെറിയ തുകയ്ക്കുള്ളതായിരുന്നു. അത് പരിഹരിക്കാൻ വ്യക്തികൾ ചേർന്ന ഹുണ്ടികൾ എന്ന പേരിൽ സാമ്പത്തിക ഇടപാടുകൾ ആരംഭിച്ചു. പണം പലിശയ്ക്ക് കൊടുക്കുക, സ്വർണവും സ്ഥലവും മറ്റും കടമായി സ്വീകരിച്ച് വായ്പ കൊടുക്കുക, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ പരിപാടികൾ. അവർക്ക് വലിയ തുക നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഡച്ച്, പോർച്ചുഗീസ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ എന്നിവരുടെ വരവോടെ കച്ചവടക്കാരുടെ എണ്ണം കൂടി, കച്ചവട സാധ്യതകൾ കൂടി. ഇന്ത്യയിൽ താമസമാക്കിയ യൂറോപ്പിലെ കച്ചവടക്കാർക്കും പ്ലാന്റർമാർക്കും വലിയ തോതിൽ പണം ആവശ്യമായി വന്നു. അങ്ങനെയാണ് ആധുനിക ബാങ്കിംഗ് സമ്പ്രദായം ഉണ്ടാവുന്നത്. മദ്രാസ്, കൽക്കട്ട, ബോംബെ എന്നിവിടങ്ങളിൽ ബാങ്കുകൾ തുടങ്ങിയത് അങ്ങനെയാണ്. യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ സ്വകാര്യ ബാങ്കുകളും തുടങ്ങി. 1770 ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, 1800 ബാങ്ക് ഓഫ് ബംഗാൾ, 1790 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, 1788 കർണാട്ടിക് ബാങ്ക്, 1806 ഗവൺമെൻറ് ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവ വന്നു. അവർ കറൻസികൾ ഇറക്കി, നിക്ഷേപങ്ങൾ സ്വീകരിച്ചു, ലോണുകൾ കൊടുത്തു. ഇവയൊക്കെയും പിന്നീട് പ്രാദേശിക സർക്കാരുകളുടെ നിയന്ത്രണത്തിലായി. 1761 മുതൽ കറൻസികൾ ഇറക്കാനുള്ള അവകാശം അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തു. തിരുവിതാംകൂറിൽ ആയില്യം തിരുനാൾ ബ്രിട്ടീഷ് സർക്കാരുമായി ചേർന്ന് ബാങ്കിംഗ് മേഖലയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ ബാങ്ക് ഓഫ് മദ്രാസിൻ്റെ ആദ്യ ശാഖ 1862 കൊച്ചിയിൽ തുറന്നു. പിന്നീട് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അവർക്ക് ബ്രാഞ്ചുകളുണ്ടായി. അവർ നാണയങ്ങൾക്ക് പകരം പ്രോമിസറി നോട്ടും, പ്രോമിസറി നോട്ടുകൾക്ക് പകരം നാണയങ്ങളും നൽകി തുടങ്ങി. ചൈനയിലുണ്ടായിരുന്ന കടലാസ് പണമാണ് നോട്ടുകളുടെ ഉത്ഭവത്തിന് വഴി തുറന്നത് എന്ന് പറയാം. മധ്യകാല യൂറോപ്പിൽ ബാങ്കർമാർ എന്നറിയപ്പെട്ടിരുന്ന പണം കടം കൊടുപ്പുകാരാണ് ബാങ്ക് നോട്ടുകളുടെ പ്രചാരകർ.
1930കളിൽ അനവധി സ്വകാര്യ ബാങ്കുകൾ തകരുകയുണ്ടായി. വ്യവസായവൽക്കരണത്തിലേക്ക് ചുവടുമാറിയ തിരുവിതാംകൂറിന് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. അതിനെ മറികടക്കാൻ അന്നത്തെ മഹാരാജാവ് ശ്രീ ചിത്തിരതിരുനാളിന് തിരുവിതാംകൂറിൽ ശക്തമായ ഒരു ബാങ്ക് വേണമെന്ന ആഗ്രഹം തോന്നി. അന്നത്തെ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ അതിനായി പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 1945 തിരുവനന്തപുരം ആസ്ഥാനമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്ഥാപിക്കപ്പെട്ടു. ഇത് പിന്നീട് SBT എന്ന ചുരുക്കപ്പേരിൽ പ്രശസ്തമായി. ഏറെക്കാലം ഒട്ടനവധി ബ്രാഞ്ചുകളുമായി കേരളത്തെ സ്വാധീനിച്ച SBT പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി. ആ ചരിത്രം പഠിക്കാൻ ഈ ബാങ്കിങ് മ്യൂസിയം സന്ദർശിച്ചാൽ മതി. ഈ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നെന്മണിയിൽ ഒരുക്കിയ ചിത്രം, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഹെഡ് ഓഫീസിൻ്റെ ചിത്രം നമുക്ക് കാണാവുന്നതാണ്. എന്നെ ഇവിടെ ഏറ്റവും ആകർഷിച്ചത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പ്രചാരത്തിലിരുന്ന നാണയങ്ങളാണ്. അപ്പം ഞാനും നിങ്ങളും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നത്. കേരളത്തിൽ SBTയുടെ ശാഖ ഏത് കുഗ്രാമത്തിലുമുണ്ടായി. നഗര ഗ്രാമഭേദമന്യേ ഒട്ടുമുക്കാൽ പേരും ബാങ്ക് അക്കൗണ്ടുള്ളവരായി. സ്വന്തമായൊരു പാസ്ബുക്ക് ഉള്ളത് തന്നെ അഭിമാനമായി മലയാളി കരുതി. അത്രമാത്രം ജനപ്രിയമായിരുന്നു SBT ശാഖകളും അവിടങ്ങളിലെ സ്റ്റാഫും. 2017 മാർച്ചിൽ SBT SBIയിൽ ലയിച്ചു. എങ്കിലും ജനങ്ങൾക്കിടയിൽ SBIക്കുള്ള സ്ഥാനത്തിന് ഒട്ടും കുറവ് സംഭവിച്ചില്ല. വിദ്യാഭ്യാസം, വിവാഹം, വാഹനം, വീട്, പക്ഷിമൃഗാദികൾ എന്നിവയ്ക്ക് മാത്രമല്ല, സ്വന്തമായി ഒരു ജോലി കണ്ടെത്താനും ബാങ്ക് വായ്പ നൽകി വരുന്നു. ഇവിടെ രസകരമായ ഒരു കാര്യം പറയാനുള്ളത്, SBTയുടെ ഗുരുവായൂർ ശാഖ സ്വന്തമായി ഒരാനയെ വാങ്ങാൻ അപേക്ഷകനായ നഗേരി വാസുദേവൻ നമ്പൂതിരിക്ക് 2.5 ലക്ഷം രൂപ വായ്പ നൽകിയ കഥയാണ്. തിരുവനന്തപുരത്ത് ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജ വസിച്ചിരുന്ന കവടിയാർ കൊട്ടാരത്തിന് തൊട്ടടുത്താണ് ഈ ബാങ്ക് മ്യൂസിയം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത്, എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.